അങ്ങനെ ഇന്ന് മലയാളത്തിലെ ഒരു വലിയ ക്ലാഷ് റിലീസാണ് ഉണ്ടായിരിക്കുന്നത്. മരണമാസ്, ആലപ്പുഴ ജിങ്കാന, ബസൂക്ക, പിന്നെ നമ്മുടെ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി. 4 പടവും ഇന്ന് തന്നെയാണ് റിലീസ്. അതിൽ തന്നെ 3 സിനിമ എനിക്കിന്ന് കാണണം. രാവിലെ ബസൂക്ക, വൈകിട്ട് ആലപ്പുഴ ജിങ്കാന, രാത്രി മരണമാസ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഫുള്ള് നമുക്ക് തിരക്കാണ്. നമ്മൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ വീട്ടിൽ വന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ അതിൽ ഫസ്റ്റ് പടം കണ്ടു കഴിഞ്ഞു, നമ്മുടെ മമ്മൂക്കാൻ്റെ ബസൂക്ക കണ്ട് വീട്ടിലെത്തി. രാവിലെ 9 മണിയുടെ ഫാൻ ഷോയ്ക്ക് തന്നെയാണ് നമ്മൾ ബസൂക്കയ്ക്ക് കയറിയത്. നമ്മൾ ആദ്യം മമ്മൂക്കാൻ്റെ പടം തന്നെയാണ് കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് വേറെ റിലീസുകൾ ഉണ്ടെങ്കിൽ പോലും ആദ്യം മമ്മൂക്കാൻ്റെ പടം. അപ്പോൾ അതുപോലെ തന്നെ ആ പടത്തിന് കയറി. രാവിലെ 9 മണിക്ക് ഫാൻ ഷോയിൽ വീട്ടിലെത്തി. ബസൂക്ക, മമ്മൂക്കയാണ് നായകൻ. ഡീനോ ഡെന്നീസ് പുതിയ സംവിധായകനാണ്. അയാളെ പറ്റി മമ്മൂക്ക തന്നെ മുൻപ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് ഇത് കുറച്ച് നാൾ മുന്നേ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഏകദേശം 2 വർഷം മുമ്പ് അങ്ങോട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. പിന്നെ ചില സാങ്കേതിക കാരണങ്ങളാലാണ് ഈ സിനിമ കുറേ നാൾ പെട്ടിയിലിരുന്ന് ഇന്നാണ് തിയേറ്ററിലെത്തിയത്. മമ്മൂക്കയുണ്ട്, അതുപോലെ തന്നെ ഗൗതം വാസുദേവ് മേനോൻ, അതുപോലെ തന്നെ ഹക്കീം, പ്രണയവിലാസമൊക്കെ അഭിനയിച്ച ഹക്കീം, അതുപോലെ സിദ്ധാർത്ഥ് ഭരത്, അങ്ങനെ കുറച്ച് ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ രേഖാചിത്രത്തിൽ അഭിനയിച്ച നായിക പേരറിയില്ല, മറ്റേ മധുരോത്സവത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ പെണ്ണുണ്ട്. അങ്ങനെ കുറച്ച് ആക്ടേഴ്സാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. ഇതിൽ ഈ സിനിമയിലോട്ട് കടക്കുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത്, എനിക്കിതൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു ബസൂക്ക. അതായത് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി. സിനിമയുടെ സ്റ്റാർട്ടിങ് കുറച്ച് സീനുകൾ ഡൗൺ ആയി പോയെങ്കിൽ പിന്നീട് മമ്മൂക്കാൻ്റെ ഇൻട്രോ കഴിഞ്ഞ് മമ്മൂക്കാൻ്റെ ടൈറ്റിൽ കാർഡ് അതൊക്കെ ഗംഭീരമായിരുന്നു. നൈസ് മാതിരി നമ്മുടെ ലിയോ മോഡൽ സാധനം ഇതിൽ പടച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ ഫാൻ ഷോ കണ്ടുകൊണ്ട് തന്നെ ഓളായിരുന്നു. അങ്ങനെ സിനിമ പോയി. മമ്മൂക്കാൻ്റെ ഒരു ഫസ്റ്റ് ഫൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഒരു ഫൈറ്റ് തന്നെയാണുള്ളൂ. നമ്മുടെ ഫസ്റ്റ് ഹാഫിലുള്ള ഫൈറ്റ് സീൻ അത് കിഡിലൻ ഫൈറ്റായിരുന്നു മമ്മൂക്കാൻ്റെ. അത് അടുത്ത് വെച്ച രീതി മേക്ക് ചെയ്തൊക്കെ വൻ പൊളിയായിരുന്നു മമ്മൂക്കാൻ്റെ ഫൈറ്റ് സീൻ. അതായിരുന്നു ഫസ്റ്റ് ഹാഫിലെ ഒരു ഹൈ മൊമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അത് കിഡുമായിരുന്നു ഫസ്റ്റ് ഹാഫിലെ മമ്മൂക്കാൻ്റെ ഫൈറ്റ്. അങ്ങനെ പടം ഇൻട്രോവലായപ്പോൾ എനിക്കൊരു ആവറേജ് ഫീലായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി എയിമാവും, പടം മൊത്തത്തിൽ നന്നാവും തന്നെ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് കടന്നപ്പോഴും എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതിൻ്റെ ക്ലൈമാക്സ് ആണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. ക്ലൈമാക്സിൽ ഒരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട് ഈ പടത്തിൻ്റെ ക്ലൈമാക്സിൽ. പക്ഷേ എനിക്ക് പേഴ്സണലി അതൊരു പ്രെഡിക്റ്റബിൾ ആയിരുന്നത്. എനിക്ക് ഏകദേശം ഞാൻ പ്രിഡിക്റ്റ് ചെയ്ത സാധനം തന്നെയാണ് ഇതിൻ്റെ ക്ലൈമാക്സിൽ വന്നത്. എന്നാലും ആ സാധനം അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് വൻ എക്സ്പീരിയൻസ് ആയിരിക്കും ആ ട്വിസ്റ്റ്. എനിക്ക് പ്രെഡിക്റ്റബിൾ ആയിരുന്നുകൊണ്ട് തന്നെ എനിക്കതൊരു നമ്മൾ ആ ട്വിസ്റ്റ് അവിടെ നിന്ന് അങ്ങോട്ടൊരു 10 മിനിറ്റ് ക്ലൈമാക്സ്, ആ ട്വിസ്റ്റ് തൊട്ട് സിനിമയുടെ എൻഡ് വരെ ഒരു ജഗപൊക പരിപാടി ഉണ്ട്. അതൊക്കെ കിടിലനായിരുന്നു. അതൊക്കെ തിയേറ്ററിൽ വന്നോളായിരുന്നു, പ്രത്യേകിച്ച് ഫാൻ ഷോ കണ്ടപ്പോൾ തന്നെ. എന്നാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് സിനിമ ഒരു ആവറേജ് ആയിരുന്നു. ഒരു ആവറേജ് മൂവി അല്ലെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയായിട്ടാണ് ബസൂക്ക എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും കണ്ടു നോക്കുക. സിനിമ ഭയങ്കരമായിട്ടൊരു എൻഗേജിങ് ആയിട്ടൊരു മൂവി ഒന്നുമല്ല. ഇച്ചിരി സ്ലോ ആയിട്ട് പോകുന്ന, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ബസൂക്ക ആ ഒരു പോണൊരു ലൈൻ എന്ന് പറയുന്നത്. എങ്കിലും നമുക്ക് ഒട്ടും ഒരു മോശം എന്ന് പറയാൻ പറ്റാത്ത, എന്നാൽ നല്ലത് ഗംഭീരം എന്ന് പറയാൻ പറ്റാത്ത ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു ബസൂക്ക എനിക്ക് തന്നത്. ഇതിൻ്റെ ക്ലൈമാക്സിലെ ഒരു പരിപാടികളൊക്കെ ഒരു ജഗപൊക പരിപാടിയുണ്ട് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്. അത് മമ്മൂട്ടി ഫാൻസിന് തിയേറ്ററിൽ ആർമതിക്കുള്ളത് എന്തായാലും ഉണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം സമയം അതാണ് വലിയ ഇതിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോ റിവ്യൂ ചെയ്യുന്നത്. വലിയ സ്റ്റാൻഡും കാര്യങ്ങളും സെറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ചെയ്യണത്. നമുക്ക് വേഗം അടുത്ത പടത്തിന് കയറാനുള്ളത്. ഇനി ആലപ്പുഴ ചിങ്ങാനിക്ക് പോകണം. അപ്പോൾ നമുക്ക് ഒട്ടും സമയമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബസൂക്കാൻ്റെ റിവ്യൂ. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും കണ്ടു നോക്കുക. ഓക്കെ.